നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ നിന്നും വരുന്നത് വളരെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത തന്നെയാണ്. പാകിസ്ഥാനിൽ 23 ബസ് യാത്രക്കാരെ വെടിവെച്ചു കൊന്ന അജ്ഞാത ആക്രമി സംഘം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലായിരുന്നു അതിക്രൂരമായ ഭീകരാക്രമണം നടത്തിയത്. ഹൈവേയിൽ സഞ്ചരിക്കുകയായിരുന്ന ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ നിർബന്ധിച്ച് പുറത്തിറക്കിയ ശേഷം അവരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് പിന്നാലെയായിരുന്നു വെടിവെപ്പ് നടന്നത്. തോക്കുധാരികളായ അജ്ഞാത സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ബലൂജിലെ മുസാഖേൽ ജില്ലയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് വന്ന ബസ്സിലെ യാത്രക്കാരെയാണ് ആക്രമി സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇതേസമയം ഹൈവേയിലൂടെ സഞ്ചരിച്ചിരുന്ന മറ്റ് വാഹനങ്ങളും ഭീകര സംഘം തടഞ്ഞു നിർത്തിയിരുന്നു. 10ഓളം വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു. ഭീകരാക്രമണത്തെ അപലപിച്ച് ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഇരകളുടെ കുടുംബത്തിന് അനുശോചനം അറിയിച്ചു. ഭീകരരെ കണ്ടെത്തുമെന്നും കൊല്ലപ്പെട്ടവർക്ക് നീതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബസ് തടഞ്ഞു നിർത്തിയ ശേഷം ഭീകരർ യാത്രക്കാരുടെ രേഖകൾ പരിശോധിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ഇതിനുശേഷം ഇവർ ഉടൻ തന്നെ പ്രദേശത്ത് നിന്നും രക്ഷപ്പെട്ടുവെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതിനുശേഷം ഇവർ ഉടൻ തന്നെ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇവരെ അന്വേഷിക്കാനുള്ള ആരംഭമാണ് നടക്കുന്നത്. ഇതൊരു 23 പേരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ ആക്രമി സംഘങ്ങളുടെ വിളയാട്ടം തന്നെയാണ്, ഭീകരരുടെ വിളയാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഈ ഒരു ഭീകര സംഭവം ആരും തന്നെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ആരും തന്നെ ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുമില്ല എന്നാണ് മറ്റൊരു കാര്യം. എന്തായാലും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് വന്നിട്ടുള്ള ബസ്സിലെ യാത്രക്കാരെയാണ് കൃത്യമായി രേഖകൾ മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഇവർ 23 പേരെയും വെടിവെച്ച് കൊന്നിരിക്കുന്നത്. എന്തായാലും ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത. കൃത്യമായി തന്നെ ഇന്ത്യയും കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഇന്ത്യയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം തന്നെ പഠിച്ചു വരികയാണ്.